സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ നേവിയിൽ പുതിയ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. 910ഓളം വേക്കൻസികളുണ്ട്. ഇതിലേക്ക് എന്തൊക്കെയാണ് വേക്കൻസികൾ, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജി കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോക്ക് നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളൊക്കെ കിട്ടിയാൽ വളരെ സന്തോഷമാണ്. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ നാവിയിൽ സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിൽ INCET 1/2023 അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഇതിലേക്ക് പ്രധാനമായിട്ടും വരുന്ന പോസ്റ്റുകളാണ് ചാർജ്മാൻ ഫാക്ടറി, സീനിയർ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കൺസ്ട്രക്ഷൻ, കാർട്ടോഗ്രാഫിക്, ആർമമെൻറ്റ്, പിന്നെ ട്രേഡ്സ്മാൻ മേറ്റ് എന്നീ വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഇത് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. www.joinindiannavy.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലേക്ക് വേക്കൻസികളൊന്ന് നോക്കാം. ഒന്നാമത്തതാണ് ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പ്. 22 വേക്കൻസികളുണ്ട്. എല്ലാ വിഭാഗത്തിനും ഒഴിവുകളുണ്ട്. അൺറിസർവ്ഡ്, SC, ST, OBC, EWS അങ്ങനെ എല്ലാം അടക്കമാണ് 910 വേക്കൻസികൾ. പിന്നെ ചാർജ്മാൻ രണ്ടാമത്തെ വേക്കൻസി ആയിട്ടുള്ള ചാർജ്മാൻ ഫാക്ടറി, രണ്ടാമത്തെ പോസ്റ്റാണ് ചാർജ്മാൻ ഫാക്ടറി, 20 വേക്കൻസി ഉണ്ട്. മൂന്നാമത്തത് സീനിയർ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക്കൽ, 142 വേക്കൻസി ഉണ്ട്. അടുത്തത് സീനിയർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ, 26 വേക്കൻസി ഉണ്ട്. അടുത്തത് സീനിയർ ഡ്രാഫ്റ്റ്മാൻ കൺസ്ട്രക്ഷൻ, 29 വേക്കൻസി ഉണ്ട്. അടുത്തത് സീനിയർ ഡ്രാഫ്റ്റ്മാൻ കാർട്ടോഗ്രാഫിക്ക്, 11 വേക്കൻസി ഉണ്ട്. പിന്നെ സീനിയർ ഡ്രാഫ്റ്റ്മാൻ 50 വേക്കൻസി ഉണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാം അടക്കമാണ് 910 വേക്കൻസികൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് വേക്കൻസികൾ ഉള്ളത് എന്നുള്ളതാണ്. ഈസ്റ്റേൺ നാവൽ കമാൻഡിൽ ഒഴിവുകളുണ്ട്. അവിടെ 9 വേക്കൻസിയാണുള്ളത്. വെസ്റ്റേൺ നാവൽ കമാൻഡ് അവിടെ 565 വേക്കൻസി. വെസ്റ്റേൺ നാവൽ കമാൻഡ് എന്ന് പറയുമ്പോൾ മുംബൈ. പിന്നെ സദേൺ നാവൽ കമാൻഡ് അത് കൊച്ചിയാണ്, 36 വേക്കൻസി ഉണ്ട്. അങ്ങനെ എല്ലാം അടക്കമാണ് 910 വേക്കൻസികൾ വരുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നീട് നമുക്കിതിൽ നോക്കാനുള്ളത് ആണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള പ്രായം. ചാർജ്മാൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും പോസ്റ്റുകളായിട്ടുള്ള ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ചാർജ്മാൻ ഫാക്ടറിയിലേക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീടുള്ള ഈ ഡ്രാഫ്റ്റ്മാൻ പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ ആയാലും മെക്കാനിക്കൽ ആയാലും കൺസ്ട്രക്ഷൻ ആയാലും കാർട്ടോഗ്രാഫിക് ആയാലും ആർമമെൻ്റ് ആയാലും അത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അവസാനത്തെ പോസ്റ്റായിട്ടുള്ള ട്രേഡ്സ്മാൻ മേറ്റ് അതിലേക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നെ നോക്കാനുള്ളതാണ് ഇതിൻ്റെ യോഗ്യതകൾ. ഒന്നാമത്തെ പോസ്റ്റിൻ്റെ ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പ് യോഗ്യത വരുന്നത് ബാച്ചലർ ഓഫ് സയൻസ് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും സയൻസ് ഡിഗ്രി, അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സിലോ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ പോസ്റ്റാണ് ചാർജ്മാൻ ഫാക്ടറി. അതിലേക്കും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും. പിന്നെ നെക്സ്റ്റ് ആണ് അല്ലെങ്കിൽ എ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്ത പോസ്റ്റാണ് സീനിയർ ഡ്രാഫ്റ്റ്മാൻ. അതിലേക്ക് ഇലക്ട്രിക്കൽ അതായത് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ 2 വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രിക്കലിലുള്ള അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ITI ഡിപ്ലോമ ഉണ്ടായിരിക്കണം. പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രോയിങ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. AutoCAD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർക്ക് മുൻഗണന ലഭിക്കും. പിന്നീട് സീനിയർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ അതും 10ാം ക്ലാസ് യോഗ്യത. പിന്നെ 2 വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡ്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതും AutoCAD ഒക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സീനിയർ ഡ്രാഫ്റ്റ്മാൻ അതും കൺസ്ട്രക്ഷൻ അതും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് 2 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഡ്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് മെക്കാനിക്കൽ അല്ലെങ്കിൽ നാവൽ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് വേണം. അതിനും AutoCAD പോലെയുള്ള ഇത് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. അടുത്തതാണ് സീനിയർ ഡ്രാഫ്റ്റ്മാൻ. അതിലേക്കും 10ാം ക്ലാസ്സാണ് യോഗ്യത. പിന്നെ 2 വർഷത്തെ ഡ്രാഫ്റ്റ്മാൻഷിപ്പ് കോഴ്സും ITI കോഴ്സും കഴിഞ്ഞിരിക്കണം. പിന്നീട് 3 ഇയർ എക്സ്പീരിയൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള
3 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഓട്ടോകാഡ് ഇതൊക്കെ കഴിഞ്ഞവർക്ക് DOE ACC എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞവർക്ക് കമ്പ്യൂട്ടർ കോഴ്സൊക്കെ കഴിഞ്ഞവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ജോലി ലഭിക്കാൻ. നെക്സ്റ്റ് ഇതാണ് സീനിയർ ഡ്രാഫ്റ്റ്മാൻ. അതും എന്താണ് 10ാം ക്ലാസ് യോഗ്യത. പിന്നീട് 2 വർഷത്തെ ഡ്രാഫ്റ്റ്മാൻഷിപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI കഴിഞ്ഞവരായിരിക്കണം. 3 വർഷത്തെ കാർട്ടോഗ്രാഫിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓട്ടോകാഡ് അല്ലെങ്കിൽ DOE ACC എന്നുള്ള കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം. ട്രേഡ്സ്മാൻ അടുത്തതാണ് അവസാന പോസ്റ്റാണ് ട്രേഡ്സ്മാൻ മേറ്റ്. 10ാം ക്ലാസ് ആണ് യോഗ്യത. പിന്നെ ITI റെലവൻറ്റ് ഫീൽഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ഡ്യൂട്ടികൾ വരാമെന്നുള്ളത് ഇതിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. അത് ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. നമുക്കെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. ഓക്കെ, എന്തായാലും അടുത്തതാണ് നമുക്ക് ഇനി നോക്കാനുള്ളതാണ് ഏജ് റിലാക്സേഷൻ. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും. ഓക്കെ, പിന്നീട് PWD കാൻഡിഡേറ്റ്സിന് 10 വർഷം ആ റേഞ്ചിൽ എന്തായാലും പ്രായത്തിൻ്റെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമിനേഷൻ ഫീസ് വരുന്നത് SC/ST PWD എക്സ് സർവീസ്മെൻ അല്ലെങ്കിൽ വുമൻ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസില്ല. ബാക്കിയുള്ളവരെല്ലാവരും 295 രൂപയാണ് ഫീസ് വരിക. പിന്നീട് ഇത് ബാങ്ക് ചാർജും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും കേട്ടോ. എക്സാമിനേഷൻ സിറ്റീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 സിറ്റികൾ സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 3 സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ആ സെൻറ്റേഴ്സിൽ ഉള്ള ആപ്ലിക്കൻസിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്തായാലും കേരളത്തിലൊക്കെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് സാധാരണ ഉണ്ടാവാറുണ്ട് നാവിയുടെ എക്സാമിനൊക്കെ. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് വെച്ചാൽ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഒരു ഘട്ട എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് 100 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെ എല്ലാം 25 മാർക്കിൻ്റെ സിലബസാണ്. അങ്ങനെ 100 മാർക്കിൻ്റെ 90 മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ് നടക്കുക. ഓക്കെ, സിലബസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ജനറൽ ഇൻ്റലിജൻസിൻ്റെ ഇതിൻ്റെ സിലബസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാം നമ്മുടെ PSC ലെവൽ അല്ലെങ്കിൽ SSC ലെവലിൽ വരുന്ന ഇതൊക്കെയാണ് ഉണ്ടാവുക. ഇത് ഗ്രൂപ്പ് C പോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു എക്സാമിനേഷനാണ് നടക്കുക. പിന്നീട് ആ ഗ്രൂപ്പ് സിൻ്റെ അതായത് ഓരോരോ ഗ്രൂപ്പ് C അല്ലെങ്കിൽ മറ്റു പോസ്റ്റൊക്കെ ആണല്ലോ, ഓരോന്നിനും സിലബസ് തന്നെയാണ്. രണ്ടിനും കൃത്യമായിട്ട് സിലബസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങുക കേട്ടോ. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ നമുക്കിതിൽ നോക്കാനുള്ളത് ഈ മാസം 31-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിസംബർ 18-ന് ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 31, അതായത് ഈ വർഷത്തെ അവസാന തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓൺലൈനായിട്ട് joinindiannavy.www.joinindiannavy.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ജോയിൻ നാവി വേ ടു ജോയിൻ സിവിലിയൻ INCET 01/2023 അതിൻ്റെ ലിങ്ക് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ അയച്ചോളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് വീഡിയോയിൽ നോക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.